ചതുർശ്ലോകി ഭാഗവതം. ശ്രീമദ് മഹാഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം അധ്യായം 9 32 മുതൽ 35 വരെയുള്ള 4 ശ്ലോകങ്ങളാണ് ചതുർശ്ലോകി ഭാഗവതം എന്നറിയപ്പെടുന്നത്. ഭാഗവതത്തിൻ്റെ മൂലതത്വങ്ങൾ ഭഗവാൻ മഹാവിഷ്ണു 4 ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തതാണ് ചതുർശ്ലോകി ഭാഗവതം. ഭാഗവതം എന്നാൽ ഭഗവാനെ സംബന്ധിച്ചത്, ഭഗവാനെ സംബന്ധിച്ച തത്വം. ഭാഗവതത്തിൻ്റെ രത്നചുരുക്കമാണ് ഈ ചതുർശ്ലോകി ഭാഗവതം. 1-ാമത്തെ ശ്ലോകം. അഹമേവാസമേവാഗ്രേ ന്യാന്യത് യത് സദ സത്പരം പശ്ചാദഹം യഥേതശ്ച യോവശിഷ്യേത സോസ്മ്യഹം. ഇതിൻ്റെ അർത്ഥം നോക്കാം. സൃഷ്ടിക്ക് മുമ്പേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമായും സൂക്ഷ്മമായും അതുകളുടെ കാരണമായ പ്രധാനമായും ഇരുന്ന വസ്തു എന്നിൽ തന്നെ ലയിച്ചിരുന്നതിനാൽ എന്നെ കൂടാതെ അന്യമായ കാരണമോ കാര്യമോ ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്ക് ശേഷവും ഞാൻ തന്നെയേ ഉള്ളൂ. ഈ ലോകരൂപമായിട്ട് കാണപ്പെടുന്നത് യാതൊന്നോ അതും ഞാൻ തന്നെ. പ്രളയത്തിന് ശേഷം അവശേഷിക്കുന്നത് യാതൊന്നോ അതും ഞാൻ തന്നെ. ഇതുകൊണ്ട് സിദ്ധിക്കുന്നതെന്തെന്നാൽ എനിക്ക് ആദിയും അന്തവുമില്ല. എന്നെ കൂടാതെ അന്യമായിട്ട് യാതൊന്നുമില്ല. അതിനാൽ ഞാൻ ത്രികാലവ്യാപിയായ പരിപൂർണൻ എന്ന് സാരം. ഇനി 2-ാമത്തെ ശ്ലോകം നോക്കാം. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാ തമഃ. ഇതിൻ്റെ അർത്ഥം നോക്കാം. ആത്മാവില്ലാത്തതായ ദേഹേന്ദ്രിയാന്ത കരണധർമ്മങ്ങളെ ആത്മധർമ്മങ്ങളെന്ന് വിചാരിക്കുവാൻ തക്കവിധം ബുദ്ധിയെ മോഹിപ്പിക്കുന്നതായ ശക്തി യാതൊന്നോ അതാകുന്നു മായയുടെ സ്വരൂപം. പരമാർത്ഥമായ സച്ചിദാനന്ദ സ്വരൂപം അനുഭവപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന ആവരണശക്തി യാതൊന്നോ അതാകുന്നു മായാസ്വരൂപം. അപ്പോൾ ഇല്ലാത്തതുണ്ടെന്നും ഉള്ളതില്ലെന്നും തോന്നുന്നതായ മോഹത്തിൻ്റെ കാരണമാണ് മായ എന്ന് ധരിച്ചു കൊള്ളുക. രാഹുവെന്ന ഒരു ഗ്രഹമുണ്ടെന്നിരിക്കലും സൂര്യനിലും ചന്ദ്രനിലും പ്രതിഫലിക്കുന്ന ഛായ കൊണ്ടു മാത്രമേ അതിനെ അറിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ ജഡങ്ങളായ ദേഹേന്ദ്രിയാന്തകരണങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനാൽ സച്ചിദാനന്ദാത്മാവ് തന്നെ സത്യമെന്നറിയണം. ഈ സത്യബോധത്തെ മറയ്ക്കുന്നതായ ശക്തിയാണ് മായയെന്ന് സാരം. 3-ാമത്തെ ശ്ലോകം നോക്കാം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ട്യാന്യപ്രവിഷ്ട്യാനി തഥാ തേഷു ന തേഷ്വഹം. അർത്ഥം നോക്കാം. സ്ഥൂല സൂക്ഷ്മങ്ങളായി കാണപ്പെടുന്ന ഭൗതികങ്ങളിൽ അനുപ്രവേശിച്ചവയാണെങ്കിലും മഹാഭൂതങ്ങൾ അനുപ്രവേശിക്കാത്തവയാകുന്നു. കാരണം കാര്യങ്ങളുടെ നാശാദി വികാരങ്ങൾ കൂടാതെ ബഹിർഭാഗത്തും മഹാഭൂതങ്ങളുണ്ടല്ലോ. അതുപോലെ ഞാനും സ്ഥൂല സൂക്ഷ്മ ഭൗതികങ്ങളിൽ ജീവരൂപേണ പ്രവേശിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുവെങ്കിലും സർവത്ര നിറഞ്ഞിരിക്കുന്ന ഞാൻ ഒന്നിലും വാസ്തവത്തിൽ പ്രവേശിച്ചവനല്ല. സർവാത്മകനാണെങ്കിലും നിർവികാരനാകുന്നുവെന്ന് സാരം. ഇനി 4-ാമത്തെ ശ്ലോകം നോക്കാം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയവ്യതിരേകാഭ്യാം യസ്യാ സർവത്ര സർവദാ. അർത്ഥം നോക്കാം. ആത്മതത്വത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ വിചാരിച്ചറിയേണ്ടത് ഇത്രമാത്രമാകുന്നു. ഏതൊന്ന് അന്വയത്താലും വ്യതിരേകത്താലും എല്ലാറ്റിലും എല്ലാ കാലത്തിലും ഇരിക്കുന്നുവോ അതുതന്നെ ആത്മസ്വരൂപം. കാര്യങ്ങളായ ശരീരങ്ങളിൽ കാരണത്വേന അനുവർത്തിക്കുന്ന ഭാവം അന്വയം. കാരണാവസ്ഥയിലും ആ ശരീരാദി ഭാവങ്ങളോടു ചേരാതിരിക്കുന്ന നില തന്നെ വ്യതിരേകം. ജാഗ്രതാദികളായ അവസ്ഥകളിൽ അതാതിനു സാക്ഷിയായിരിക്കുന്നതിനാൽ ആത്മാവിനു ദേഹാദികളോട് അന്വയവും സമാധ്യാദികളായ അവസ്ഥകളിൽ ദേഹത്തോടു ചേർച്ചയില്ലാതിരിക്കുന്ന അനുഭവമുള്ളതിനാൽ വ്യതിരേകവും ഭവിക്കുന്നുവെന്ന് സാരം. ഇനി 4 ശ്ലോകവും ചൊല്ലാം. അഹമേവാസമേവാഗ്രേ ന്യാന്യത് യത് സദ സത്പരം പശ്ചാദഹം യഥേതശ്ച യോവശിഷ്യേത സോസ്മ്യഹം
ഹൃദേർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാതാത്മനോ മായ യഥാ ഭാസോ യഥാ തമഃ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവശേഷു പ്രവിഷ്ട്യാന്യപ്രവിഷ്ട്യാനി തഥാ തേഷു ന തേഷ്വഹം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാ സർവത്ര സർവദാ.